ചാലക്കുടി നഗരത്തിൽ പുലിഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യോഗം വിളിച്ച് തൃശൂർ ജില്ലാ കളക്ടർ. രാവിലെ 11 മണിക്കാണ് യോഗം. ചാലക്കുടി പാലത്തോട് ചേർന്ന മേഖലയിൽ വീണ്ടും പുലിയെ കണ്ട സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത്. സൂരജ് സജീവ് വിവരങ്ങളുമായി ഇപ്പോൾ തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇക്കഴിഞ്ഞ 31-ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മേഖലയിലൂടെ പുലി കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. ഈ മുകളിലൂടെ ഈ പുലി കടന്നു പോവുകയായിരുന്നു. ഇവിടെ ക്യാമറ അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്യാമറയ്ക്ക് മറുവശത്തു കൂടിയായിരുന്നു പുലി കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പിന്റെ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല. പകരം ഇവിടെ ഒരു ലൈവ് ക്ലബ്ബ് ഉണ്ട്. ആ ക്ലബിന്റെ CCTVയിലായിരുന്നു ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുലി ഈ ചാലക്കുടി പുഴയോട് ചേർന്ന് തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യം പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് 11 മണിക്കാണ് ചാലക്കുടിയിൽ യോഗം വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനോടകം തന്നെ 49 ക്യാമറകളാണ് ഈ ചാലക്കുടിയിലും കൊരട്ടിയിലുമായി വനംവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ വനംവകുപ്പിന്റെ ഈ ക്യാമറകളിലൊന്നും തന്നെ പുലിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. അതിനിടയിലാണ് ഇന്നലെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുഴയോട് ചേർന്ന മേഖലയാണ്. ഇവിടെ കുളിക്കാനൊക്കെ ഒത്തിരി ആളുകൾ എത്തുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആരോടും ഈ ചാലക്കുടി പുഴയോട് ചേർന്ന തീരത്ത് കുളിക്കാൻ ഇറങ്ങരുത് എന്ന അടക്കമുള്ള കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുലർച്ചെ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും ഈ യാത്ര ഒഴിവാക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ കാട് മൂടിയ സാഹചര്യമാണ് ഈ പുഴയോട് ചേർന്ന മേഖല. അതുകൊണ്ട് തന്നെ ഈ പുലി പകൽ സമയങ്ങളിൽ ഇത്തരത്തിൽ ഈ കുറ്റിക്കാടുകൾ പതുങ്ങിയിരിക്കുന്നു, രാത്രി ഇര പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഈ പുലിയുടെ സാന്നിധ്യം സംബന്ധിച്ച് ചില സൂചനകൾ വനംവകുപ്പിനുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് നിലവിൽ വനംവകുപ്പുള്ളത്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.